Hi all, welcome back to Edus Academy. So, നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അല്ലെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് ശ്രമിച്ച് എഴുതിയ ഒരു എക്സാമിനേഷൻ അല്ലെ അതായത് നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാമിനേഷൻ അല്ലെ അത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്തവർ ഒരുപാട് മെനക്കെട്ട് പ്രിപ്പയർ ചെയ്തവർക്കൊക്കെ ഇപ്പൊ ഏകദേശം ഒരു സമാധാനം അല്ലെ ഒരു സമാധാനം ഉണ്ടാകും അല്ലെങ്കിൽ സമാധാനം ഫീൽ ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളിന്ന് 2 സെന്ററിൽ ഡയറക്റ്റ് ആയിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ പോയിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, അതായത് നമ്മുടെ ഇന്നത്തെ ഒരു എക്സാം ഏത് രീതിയിലായിരുന്നോ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നോ, അതോ അതിൽ നിന്ന് ബുദ്ധിമുട്ടായിരുന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഒരു ഫീഡ്ബാക്കിൽ അതും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്റ്റുഡൻസിനെ കണ്ട് കാൻഡിഡേറ്റ്സിനെ കണ്ട് അവരോട് ചോദിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിച്ചത്. സോ അതിന്റെ ഒരു ഇവാലുവേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു അനാലിസിസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാമിനേഷൻ ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കിട്ടിയിട്ടില്ല അല്ലെ, നിങ്ങളൊക്കെയാണ് ആ എക്സാം അറ്റൻഡ് ചെയ്തത്, നിങ്ങളൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡയറക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തത് കണ്ടത്. പക്ഷേ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച അത്ര അല്ലെ, ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച് പോയ അത്ര ഒരു ടഫ് ആയിരുന്നില്ല എക്സാം. പക്ഷേ ആ ഒരു കാര്യം നമ്മൾ പറയുമ്പോഴും അവിടെ തന്നെ വേറൊരു കാര്യം കൂടി നിൽക്കുകയാണ്. അതായത് കുറച്ച് ഏറെ കൺഫ്യൂസിങ് ആയിരുന്നു അല്ലേ. അതായത് പ്രതീക്ഷിച്ച പോലെ ടഫ് അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്, നമ്മൾ പഠിച്ച ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ചോദിച്ചത്. നമ്മൾ ഡിസ്കസ് ചെയ്ത സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്കിലും നമ്മളൊക്കെ മനുഷ്യന്മാരാകുമ്പോഴത്തേക്ക് നമുക്ക് തെറ്റു പറ്റാം അല്ലെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും പലയിടത്തൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായി എന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതായത് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരുന്നു. പക്ഷെ ചില ഏരിയാസ് അല്ലെ, ചില ഗ്രേ ഏരിയാസ് ഉണ്ടായിരുന്നു. നമ്മൾ മേ ബി അത് കവർ ചെയ്തതാകാം, അല്ലെങ്കിൽ മേ ബി നമ്മൾ കവർ ചെയ്യാതെ പോയതായിരിക്കാം. പക്ഷെ എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ടായിരുന്നു അല്ലെ. സോ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ടായിരുന്നു അല്ലെ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ടൈം കൺസ്ട്രെയിൻസ് പല കുട്ടികളും പറഞ്ഞിരുന്നു അല്ലെ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളൊക്കെ ട്രെയിൻ ചെയ്യിച്ച് പഠിപ്പിച്ചൊക്കെ വിട്ടത് 3 ലെവലായിട്ട് അല്ലെങ്കിൽ 3 റൗണ്ട് ആയിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷെ കുറെ കുട്ടികൾക്ക് ഒരു 1 റൗണ്ട് ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് റൗണ്ട് കുറച്ചായപ്പോഴത്തേക്ക് ടൈം ലാപ്സ് ആയി. ചില കുട്ടികളൊക്കെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. വളരെ ചുരുക്കം പേർക്ക് ഒരു 3 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു അല്ലെ. സോ അതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ, നമ്മുടെ MCQ സോൾവിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു സ്കില്ലാണ് അല്ലെ. സോ ആ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്പീഡ് കൂടും. സോ എനിവേ അത് നമ്മൾ ഇനി അതിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. എനിവേ നമുക്ക് പ്രൊഫഷണൽ ആൻസർ കീ സാധാരണ യൂഷ്വലി അതിന്റെ ഒരു രീതി അറിയാമല്ലോ. ഇപ്പൊ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ PSC പ്രൊഫഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യാറുണ്ട്. സോ അതിൽ നമുക്ക് നോക്കാം അല്ലെ. എനിവേ നിങ്ങൾ ഒരുപാടൊന്നും വിഷമിക്കുക അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് നമ്മൾ നമ്മുടെ ലെവല് മാക്സിമം നന്നായിട്ട് ചെയ്തിട്ടില്ല. നമുക്ക് എന്താണോ ചെയ്യേണ്ടിയിരുന്നത് അത് നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ ചെയ്തു കഴിഞ്ഞു. നമ്മൾ പഠിച്ചു, നമ്മൾ റിവൈസ് ചെയ്തു, നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തു, ഇതെല്ലാം ചെയ്തില്ല. മാരത്തോൺ റിവിഷൻ എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ എക്സാമിന് വേണ്ടി പോയത്. സോ വി ഹാവ് ഡൺ അവർ പാർട്ട് വെൽ അല്ലെ. നമ്മൾ നമ്മുടെ പാർട്ട് നന്നായിട്ട് ചെയ്തു. ഇനി നിങ്ങളൊരു 2 ഡേയ്സ് നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് റിലാക്സ് ചെയ്യുക അല്ലെ. ഇന്ന് സാറ്റർഡേ ആണ്, നാളെ സൺഡേ ആണ്. റെസ്റ്റ് എടുക്കുക, റിലാക്സ് ചെയ്യുക. ഈ എക്സാമിനെ കുറിച്ചോ ഒന്നും നിങ്ങൾ ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യമില്ല. ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൺഡേ നമുക്ക് എനിവേ പ്രൊഫഷണൽ ആൻസർ കീ വരും കേട്ടോ. മിക്കവാറും യൂഷ്വലി പ്രൊഫഷണൽ ആൻസർ കീ മൺഡേ വരും. സോ പ്രൊഫഷണൽ ആൻസർ കീ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കുറച്ച് നെഗറ്റീവ്സ് വരാം കേട്ടോ. അത് ന്യായമായിട്ട് ഞാൻ യൂഷ്വലി പറയാറുണ്ടല്ലോ, നമ്മൾ എത്രയൊക്കെ എക്സാം ഈസി ആയിരുന്നു കഴിഞ്ഞാലും കുറെ നെഗറ്റീവ്സ് നമുക്ക് ഉണ്ടാകാം. അപ്പോൾ സോ ഇവിടുത്തെ ഒരു കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെ. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ അവിടെ കുറച്ച് ഏറെ മിസ്റ്റേക്സ് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ, സാധ്യത കൂടുതലാണ്. എനിവേ നമുക്ക് വരാം, മീൻസ് നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീ വരട്ടെ. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇൻ കേസ് കുറച്ച് നെഗറ്റീവ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തളരരുത്, നിങ്ങൾ വിഷമിക്കരുത്. അതിന്റെ പേരിൽ നമ്മൾ ഇനി ഡിപ്രസ്ഡ് ആയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല കേട്ടോ. എനിവേ കുറച്ച് നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. എനിവേ ആൻസർ കീയിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചലഞ്ച് ചെയ്യാം അല്ലെ. അത് PSC കൺസിഡർ ചെയ്യും, പരിഗണിക്കും. അതിനനുസരിച്ച് ആൻസർ കീയിൽ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുത്താറുണ്ട്. സോ എനിവേ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ നമ്മുടെ പാർട്ട് ചെയ്തു, നമ്മളിനി പോസിറ്റീവായിട്ട് ഇരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇനി ആൻസർ കീ വരുമ്പോൾ, പ്രൊഫഷണൽ ആൻസർ കീ വരുമ്പോൾ നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുക അത് നമ്മൾ നന്നായിട്ട് ചെയ്യുക കേട്ടോ. അതാണ് നമുക്ക് ഇത് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ നിങ്ങൾക്ക് 2 ദിവസം നന്നായിട്ട് വിശ്രമിക്കാം, നന്നായിട്ട് സമാധാനത്തോടെ ഇരിക്കാം. എനിവേ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാം കേട്ടോ. നമ്മുടെയൊക്കെ എന്താ റോൾ നമ്പർ, നമ്മുടെയൊക്കെ പേര് അടുത്ത ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ അതിൽ ഉണ്ടാകുമെന്നും, അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ അല്ലെ, നമ്മൾ അതിനുശേഷം വരുന്നത് അടുത്ത പ്രധാന കടമ്പ എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. അപ്പൊ ഇന്റർവ്യൂയുടെ പ്രിപ്പറേഷൻസ് നന്നായിട്ട് ചെയ്യുമെന്നും, നമ്മൾ ഇന്റർവ്യൂ പാസ്സാകുമെന്നും, റാങ്ക് ലിസ്റ്റ് നമ്മുടെ പേരുണ്ടാകുമെന്നും, നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യും എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ തന്നെ ഇരിക്കുക. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം പ്രയോജനപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. സോ അതിന്റെ ഒരു ഫീഡ്ബാക്ക് കൂടെ, അതിന്റെ ഒരു കമന്റ് കൂടെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. സോ ദാറ്റ് നമുക്ക് എന്തൊക്കെ കറക്ഷൻസ് ആണ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ എത്രത്തോളം നിങ്ങൾ പ്രതീക്ഷിച്ചത്ര നിങ്ങളുടെ നിലവാരത്തിനൊത്ത് ഞങ്ങൾക്ക് ഉയരാനായിട്ട് കഴിഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കാം. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.